ഹലോ ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഫെബ് 28 വെള്ളിയാഴ്ചയാണ്. അപ്പം ഫെബ് മാസത്തിലെ മന്ത്ലി കോൺട്രാക്റ്റുകൾ എക്സ്പയർ ആയി. അപ്പം പുതിയ കോൺട്രാക്ട് ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. മാർച്ച് മാസത്തിലെ ആദ്യത്തെ ഫസ്റ്റ് വീക്കിന്റെ കോൺട്രാക്റ്റുകൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആദ്യം ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗിന്റെ സിനാരിയോസ് നമുക്ക് നോക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഇന്നലെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബെയറിഷ് മോഡലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ ഒരു റിക്കവറി നിഫ്റ്റിയിൽ പ്രത്യേകിച്ചും കാണുന്നില്ല. അപ്പൊ നിങ്ങൾ ഇന്നലത്തെ നിഫ്റ്റിയുടെ ഓപ്പണിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമുക്കൊരു ട്രെൻഡ് ലൈൻ ആദ്യം ഒന്ന് വരയ്ക്കാം. അതായത് നിഫ്റ്റിയുടെ കഴിഞ്ഞ 3 ദിവസത്തെ ഒരു ലോവർ ഹൈ പാറ്റേൺ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെ നിഫ്റ്റി ഒരു ലോവർ ഹൈ പാറ്റേണിലാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു അപ്പർ ട്രെൻഡ് ലൈൻ സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ആണ്. അതായത് ഇപ്പം ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എവിടെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു. അതായത് ഇത് മൺഡേയിലെ നിഫ്റ്റിയുടെ 5 മിനിറ്റ്, ഇത് ചൊവ്വാഴ്ചത്തെ നിഫ്റ്റിയുടെ 5 മിനിറ്റ്. അപ്പം ഇന്നലെ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ നിഫ്റ്റി ഓപ്പൺ ചെയ്തത് തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ തൊട്ട് ചേർന്ന് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ, ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ ആയിരുന്നു റിജക്ഷൻ. അവിടെ നേരെ താഴോട്ട് വന്നു. നേരെ താഴോട്ട് വന്നിട്ട് അത് ഇന്നലത്തെ തലേദിവസത്തെ ക്ലോസിങ്ങിന് അവിടെ വന്ന് സപ്പോർട്ട് എടുക്കാൻ നോക്കി. അവിടെ ഒരു ചെറുതായിട്ടൊരു ബൗൺസ് ചെയ്തു. വീണ്ടും ഈ ലോയും ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി. വീണ്ടും തിരിച്ച് ബൗൺസ് ചെയ്യാൻ നോക്കി. എവിടെ വന്നിട്ടാണ് കൃത്യം ആ ഒരു റെസിസ്റ്റൻസ് എടുത്തെന്നുള്ളത് കൂടെ കാണാൻ പറ്റും. അതായത് കൃത്യം ഈ ട്രെൻഡ് ലൈനെ കൃത്യമായിട്ട് അത് റെസ്പെക്ട് ചെയ്തു. അവിടുന്ന് ലാസ്റ്റ് ഒരു അരമണിക്കൂറിൽ നല്ലൊരു ഫോള് നടന്നിരിക്കുക. അതേസമയം നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആ ഒരു സെയിം ടൈം ഫ്രെയിമിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഒരു ചാർട്ട് വരച്ച്, ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വരച്ചു നോക്കാം. അതായത് ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ട്. നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു മൺഡേ, ട്യൂസ്ഡേ, പിന്നെ ഇത് ഫ്രൈഡേ, ഇത് മൺഡേ, ഇത് ട്യൂസ്ഡേ. അപ്പം നമുക്ക് ഈ 3 ദിവസത്തെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, 5 മിനിറ്റ് ചാർട്ടിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഭയങ്കര ബുള്ളിഷ് ആയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിന് തൊട്ട് മുകളിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതായത് ഇതാണ് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ട്. നിഫ്റ്റി എന്ന് സംഭവിച്ചത് ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിന്റെ തൊട്ട് താഴെയായിട്ട് ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ റിജക്ഷൻ വന്നു. അതേസമയം ബാങ്ക് നിഫ്റ്റി നേരെ തിരിച്ച്, ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് ആയിട്ട് ഈ ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്ത് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. അത് മാത്രമല്ല, ഈ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഈ ട്രെൻഡ് ലൈന് മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ബാങ്ക് നിഫ്റ്റിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, അതായത് ചൊവ്വാഴ്ചത്തെ ഹൈ, അതായത് ഇതാണ് ചൊവ്വാഴ്ചത്തെ ഹൈ എന്ന് പറയുന്നത്, ആ ഹൈയെ ബ്രേക്ക് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് ഈ വ്യാഴാഴ്ച ദിവസം എക്സ്പയറി ഡേയിൽ സാധിച്ചു. അതിനുശേഷം നിഫ്റ്റിയിൽ ആ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൽ ഫോള് വന്നിട്ട് സമയത്ത്, അതായത് ഏത് സമയത്താണ്, അതായത് എക്സാക്ട്ലി നിഫ്റ്റി ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൽ എത്തിയ സമയത്ത്, അതായത് 3 മണിക്ക് ഇവിടെ കാണാൻ പറ്റും. കൃത്യം ആ 3 മണി ആയപ്പോഴത്തേനും ബുള്ളിഷ് ആയിട്ട് നിന്ന ബാങ്ക് നിഫ്റ്റി ഏകദേശം ആ ഒരു സമയമായപ്പോഴത്തേനും കൃത്യം അവിടെ നിന്ന് താഴോട്ട് പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു നിഫ്റ്റി മാത്രമായിട്ട്, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി മാത്രമായിട്ട് നോക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇത് ഇവിടെ, കാരണം ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ആ ഡേയില് അതിന്റെ തൊട്ട് തലേദിവസം ഡേ ഹൈയുടെ മുകളിൽ ക്ലോസ് ചെയ്ത് നിൽക്കാനൊക്കെ നോക്കിയെങ്കിലും ലാസ്റ്റ് ഹാഫ് ആൻ അവറിൽ സംഭവിച്ച ഫോൾ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് റെഡ് ക്യാൻഡിലാണ്. അപ്പം ഈ ഒരു ഫോൾ ഇവിടെ വരാൻ കാര്യം മറ്റൊന്നുമല്ല, അത് നിങ്ങൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കത്തുള്ളൂ. അപ്പോഴത്തേനും ഇതുകൊണ്ട് ആ നിഫ്റ്റിയിൽ ആ ഒരു അപ്പർ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് കൃത്യമായിട്ട് അവിടെ ആ സമയത്ത് വന്നത് കൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ഫോള് വന്നത്. എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും ട്രെൻഡ് ലൈനുകൾ കറക്റ്റായിട്ട് റെസ്പെക്ട് ചെയ്യണമെന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഒരു ലോവർ ഹൈ പാറ്റേണിൽ ഇൻഡെക്സുകൾ പോകുമ്പോഴത്തേക്കാണ് കൃത്യമായിട്ട് നമുക്ക് ഈ ട്രെൻഡ് ലൈനുകൾ റെസിസ്റ്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ സപ്പോർട്ടായിട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പം
നമുക്ക് എപ്പോഴും ഈ ട്രെൻഡ് ലൈൻ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക. ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഒന്നുമല്ല. ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് നമുക്കൊരു റെഫറൻസ് പോയിന്റ് ആണ്. അതായത് നമുക്ക് ഒരു ലോവർ ഹൈ പാറ്റേൺ അല്ലെങ്കിൽ ഹയർ ലോ പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൂൾ എന്ന് മാത്രമേ ഉള്ളൂ ട്രെൻഡ് ലൈൻ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ ഒരിക്കലും ട്രെൻഡ് ലൈൻ വെച്ചിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാതിരിക്കാം. അപ്പം ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുക്കാതിരിക്കും. അപ്പൊ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഹയർ ലോ പാറ്റേണോ അല്ലെങ്കിൽ ലോവർ ഹൈ പാറ്റേണോ കൃത്യമായിട്ട് പെട്ടെന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാനുള്ള ഒരു ടൂൾ എന്ന് മാത്രമേ ഉള്ളൂ ട്രെൻഡ് ലൈൻ. അപ്പം ഇന്നലെ നിഫ്റ്റി കൃത്യമായിട്ട് ആ ലോ ഹൈ പാറ്റേണിൽ പൊക്കോണ്ടിരിക്കുന്ന നിഫ്റ്റി കൃത്യമായിട്ട് ആ ട്രെൻഡ് ലൈൻ എത്തിയപ്പോഴത്തേനും അതിനെ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്ത് താഴോട്ട് പോയി 3 മണിയായപ്പോഴത്തേനും. അതേ ഫോള് തന്നെ ബാങ്ക് നിഫ്റ്റിയിലും സംഭവിച്ചു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയിൽ തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം കഴിഞ്ഞാല് ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ചിട്ട് ഭയങ്കര വീക്കാണ്. ഇനി അതുകൂടാതെ നിഫ്റ്റിയിൽ നമുക്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട് നോക്കാം. ഇതാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട്. അപ്പം നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിഫ്റ്റി ഈ ഒരു ജനുവരി 27 മൺഡേയുടെ ലോയൊക്കെ ബ്രേക്ക് ചെയ്ത് താഴെ നിൽക്കുകയാണ്. നമ്മൾ ഇടത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് ഇടതുവശത്തോട്ട് അടുത്തിടെ ഒരു ജൂൺ 2024 ജൂണിൽ ോട്ടാണ് പിന്നെ നമ്മൾ എത്തുന്നത്. അപ്പം ഇത്രയും മാസങ്ങൾ പുറയിലായിട്ടാണ് നിഫ്റ്റിക്ക് ഇനി ഒരു സപ്പോർട്ടുകൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനല്ല. ബാങ്ക് നിഫ്റ്റി ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും, അതായത് ഈ ജനുവരി 2025 ജനുവരി 27 ലോയെ ഇപ്പൊ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് 2025 ജനുവരി 27 ലോയെ. ആ ലോയെ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റിയെ ഒരു സിവിയർ ഫോളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു സപ്പോർട്ടാണ്. അപ്പം നിഫ്റ്റിക്ക് ഇനിയിപ്പം ഒരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവൽ വരെ വരാതെ മിക്കവാറും നിഫ്റ്റിയുടെ ഈ ഒരു ഡൗൺഫോള് പോസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാര് അതായത് നിഫ്റ്റി ഇത്രയും പൊട്ടി അല്ലെങ്കിൽ റിക്കവർ ചെയ്യുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കലും നിങ്ങൾ എൻട്രി എടുക്കരുത്. കാരണം വെച്ചാൽ ബാങ്ക് നിഫ്റ്റിക്ക് ഇനിയിപ്പം ഇത്രയും കൂടെ താഴോട്ട് ട്രാവൽ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇനി അതുകൂടാതെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നത് നിഫ്റ്റിയുടെ ഈ ഒരു വീക്ക്നെസിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരായിട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു IT ഇൻഡെക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ IT ഇൻഡെക്സിന്റെ ചാർട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. ഇപ്പൊ പറഞ്ഞ പോലെ നിഫ്റ്റിക്ക് ഇടത്തോട്ട് സപ്പോർട്ട് ഇല്ല. നിങ്ങൾ IT ഇൻഡെക്സിന്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് IT ഇൻഡെക്സ്. അതായത് നിഫ്റ്റിയുടെ സെയിം പാറ്റേണിലാണ് ഏകദേശം IT ഇൻഡെക്സും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ IT ഇൻഡെക്സിനും ഇടത്തോട്ട് നോക്കുമ്പോഴത്തേനും റീസെന്റ് ഒരു സപ്പോർട്ടും ഇല്ല. അതായത് 2024 ഓഗസ്റ്റ് മാസത്തിലോട്ടൊക്കെ ആണ് ലാസ്റ്റ് സപ്പോർട്ടായിട്ട് ഇനിയിപ്പോൾ ഉള്ളത് IT ഇൻഡെക്സിൽ. അപ്പം എനിക്ക് തോന്നുന്നു നിഫ്റ്റിയിൽ ഇത്രയും ഒരു ബാങ്ക് നിഫ്റ്റി ഇത്രയും സ്ട്രോങ് ആയിട്ടും നിഫ്റ്റിയിൽ ഇത്രയും വീക്ക്നെസ് വരാനായിട്ട് കാരണക്കാരനായിട്ടുള്ള ഇൻഡെക്സ് എനിക്ക് തോന്നുന്നത് IT ഇൻഡെക്സ്. അപ്പൊ നിങ്ങൾ ഒരു നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ബാങ്ക് നിഫ്റ്റിയുടെ മാത്രമല്ല, നിങ്ങൾ ജസ്റ്റ് നിഫ്റ്റിയുടെ IT ഇൻഡെക്സും കൂടെ ഒന്ന് മാച്ച് ചെയ്യണം. കാരണം നിഫ്റ്റിയുടെ IT ഇൻഡെക്സിലെ വീക്ക്നെസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ നിഫ്റ്റി എത്രയും ഇത് ഡ്രാഗ് ചെയ്യുന്നത്. കാരണം ഏകദേശം IT ഇൻഡെക്സിന്റെ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് നിഫ്റ്റി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് നിഫ്റ്റി. പക്ഷെ എന്നാൽ പോലും ഈ നിഫ്റ്റി IT ഇൻഡെക്സിലെ സിവിയർ ആയിട്ടുള്ള സെല്ലിങ് വരുന്നത് നിഫ്റ്റി ഒത്തിരി അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് ഇൻഡെക്സ്, അതായത് ബാങ്ക് നിഫ്റ്റിയും കൂടെ നോക്കണം, കൂടാതെ നിഫ്റ്റി IT ഇൻഡെക്സ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നമുക്ക് ഇപ്പോഴത്തെ ആസ് ഓഫ് നൗ നിഫ്റ്റിയുടെ ഒരു പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പം ഓപ്ഷൻ ബയേഴ്സ് ട്രാപ്പിലാവുന്ന ലെവലുണ്ട്. അതായത് ഈ ഒരു ലെവൽ നിങ്ങൾ കണ്ടു, അതായത് ഈ 22,600 എന്ന് പറഞ്ഞ ലെവലിൽ നിന്ന് അതായത് 22,600, അതായത് ഇവിടെ 2 തവണ ഈ ലെവലിൽ നിന്ന് റിജക്ഷൻ വന്നു. അപ്പർ വിക്കിയുടെ റിജക്ഷൻ വന്നു. അപ്പം ഈ 22,620 ആ ലെവല്, പിന്നെ നിങ്ങൾക്ക് ഇവിടെ ലോവർ ലെവൽ കാണാൻ പറ്റുന്ന കാര്യമുണ്ട്. അതായത് ഇത് മൺഡേയിലെ
മൺഡേ ഫെബ് 24 മൺഡേയിലെ ലോ ആണിത്. അപ്പം ആ ലോയില് ചൊവ്വാഴ്ച കൃത്യമായിട്ട് അവിടെ ഓപ്പൺ ചെയ്തിട്ട് അവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്ത് ബുള്ളിഷായിട്ട് ക്ലോസ് ചെയ്തു. പക്ഷെ എന്നാലും ഇവിടെ ഒരു അപ്പർ വിക്ക്, ലോങ് അപ്പർ വിക്കാണ്. അതായത് ഈ ബോഡിയെ കഴിഞ്ഞും ഈ ഗ്രീൻ ബോഡിയെ കഴിഞ്ഞും വലിയൊരു അപ്പർ വിക്ക് ഇവിടെ ഉണ്ട്. അതായത് ഇവിടെ എല്ലാം സെല്ലേഴ്സ് പ്രസന്റ് ആണ്. എന്നുവെച്ചാൽ ഈ ലെവലിന് മുകളിൽ, അതായത് 22,546 എന്ന് പറഞ്ഞ ലെവലിന് ഇന്നലെ അതിന് മുകളിൽ കൃത്യമായിട്ട് അവിടെ ആ ബോഡിയുടെ അതായത് ചൊവ്വാഴ്ചത്തെ ഹൈഡ് അവിടെയാണ്, ക്ലോസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, കൃത്യം അവിടെ വന്നാണ് വ്യാഴാഴ്ച ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോഴത്തേനും പക്ഷെ ഇവിടെ സിവിയർ ആയിട്ടുള്ള സെല്ലിംഗ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് ഈ ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 22,515 22,500 പൊട്ടിക്കും. അപ്പം ശരിക്കും പറഞ്ഞാല് ഈ ഒരു ലെവലുകൾ, അതായത് 22,600 22,500 ഈ 100 പോയിന്റ് ഗ്യാപ്പിലുള്ള ഈ ലെവൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് നിങ്ങൾ ഓപ്ഷൻ ബയേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ട്രാപ്പിലാവുന്ന ആ ഒരു ലെവലാണ്. അപ്പം ഇതൊരു നോ ട്രേഡ് സോണായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തു. അതായത് 22,600 22,500 ഇടയ്ക്ക് നിഫ്റ്റി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോൾ ഓപ്ഷൻ മേടിച്ചാലും പുട്ട് ഓപ്ഷൻ മേടിച്ചാലും ട്രാപ്പിലാണ് സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ലെവലിനകത്താണ് ഇപ്പൊ നിഫ്റ്റി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ബയേഴ്സ് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു 22,500 എന്ന് പറഞ്ഞ ലെവൽ താഴോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അടുത്ത കൂടുതൽ ചാൻസ് പുട്ട് സൈഡിലോട്ടുള്ളത്. ഇനി ഈ ഒരു ലെവലിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ മിക്കവാറും കോൾ ഓപ്ഷൻ പ്രീമിയം അവിടെ മെൽട്ടാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പ്രൊവൈഡഡ് ഈ ഒരു 22,600 മുകളിലോട്ട് നിഫ്റ്റിക്ക് പോകാൻ പറ്റാതെ. കാരണം 22,600 മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് ഇവിടെയുള്ള ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പം നിഫ്റ്റിക്ക് എന്തെങ്കിലും ഒരു അപ്സൈഡ് പോവുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്. ഈ ഒരു ഗ്യാപ്പ്, അതായത് ഇവിടെ ഒരു ഗ്യാപ്പ്, അപ്പം ഈ ഒരു ഗ്യാപ്പ് ഏകദേശം ഫില്ല് ചെയ്യാനുണ്ട് നിഫ്റ്റിക്ക്. അപ്പം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ഇവിടെ താഴോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കോൾ സൈഡിലോട്ട് പോകുന്ന ആൾക്കാർ വളരെ കെയർഫുൾ ആയിരിക്കണം. ട്രാപ്പിലാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ഞാൻ ഈ പറഞ്ഞ 22,500 22,600 ഇടയ്ക്കുള്ള ഈ ലെവലുകൾ നമ്മൾ കോൾ സൈഡിലോട്ടും പുട്ട് സൈഡിലോട്ടും ട്രാപ്പിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇനി നമുക്ക് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഇന്നത്തെ സിനാരിയോസ് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇന്നിപ്പോ ഇൻ കേസ് മാർക്കറ്റ് ഇന്നിപ്പം ഓപ്പൺ ചെയ്യുന്നത്, ഇപ്പൊ ഇന്നലത്തെ മാർക്കറ്റിന്റെ ക്ലോസിംഗ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവിലി ബുള്ളിഷ് ആണ്, അതായത് ബിയറിഷ് ആണ്. അതായത് ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേലോ എക്സാക്ട്ലി ഡേലോയ്ക്ക് ഈക്വൽ ആണ്. അതായത് പി ഡി സി ഈക്വൽ ടു പി ഡി എൽ ആണ്. അതായത് പി ഡി എല്ല് ഇപ്പൊ ഇന്നിപ്പം നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്ന ഇന്നിപ്പം ഈ ഒരു സപ്പോസ് ഇപ്പം ഓപ്പൺ ചെയ്യുന്നത് ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇന്ന് വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നിഫ്റ്റിയുടെ ഓപ്പണിങ് സപ്പോസ് ഇപ്പൊ ഇന്നലത്തെ ക്ലോസിങ് നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ലോ തന്നെയാണ്. ഡേ ലോ ഈസ് ഇക്വൽ ടു ഡേ ക്ലോസിംഗ് ആണ്. അപ്പം അതൊരു ഹെവിലി ബിയറിഷ് ക്ലോസിംഗ് ആണ്. അപ്പം ഇൻ കേസ് ഈ ലോയ്ക്ക് താഴെയാണ് ഇന്ന് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇന്നലത്തെ അവസാനത്തെ അരമണിക്കൂറിലെ ഫോൾ ഇന്നും വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നലത്തെ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രം നിഫ്റ്റി ചിലപ്പം താഴോട്ട് വരുമ്പോഴത്തേക്കും അപ്പൊ നിങ്ങൾ നിഫ്റ്റി മാത്രമായിട്ട് നിങ്ങൾ നോക്കരുത്, ബാങ്ക് നിഫ്റ്റിയും കൂടെ നിങ്ങൾ നോക്കുക. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ലോ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇൻ കേസ് ബാങ്ക് നിഫ്റ്റിയും ഇതേപോലെ തന്നെ ഈ ലോയ്ക്ക് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും താഴോട്ട് പോകും. പിന്നെ ബാങ്ക് നിഫ്റ്റിക്ക് അടുത്ത സപ്പോർട്ട് ഉള്ളത് പിന്നെ ഈ ഒരു ട്യൂസ്ഡേയിലെ ഈ ഒരു ലെവലിലെ സപ്പോർട്ട്. പക്ഷെ ഈ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ സപ്പോർട്ടും ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ബാങ്ക് നിഫ്റ്റിക്ക് അടുത്ത സപ്പോർട്ട് ഉള്ളത് പിന്നെ ഈ ഇന്നലെ ബ്രേക്ക്ഔട്ട് ചെയ്ത അപ്പർ ട്രെൻഡ് ലൈനിന്റെ ഈ ഒരു സപ്പോർട്ട് ലെവലുകൾ. അപ്പം ഈ ലെവലിൽ എത്തുമ്പോഴത്തേനും ബാങ്ക് നിഫ്റ്റിക്കും ഒരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ നോക്കേണ്ട ഓപ്പണിങ്ങിൽ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഇന്നലത്തെ ക്ലോസിങ്ങിന് താഴെയാണെങ്കിൽ ഇന്നലത്തെ അവസാനത്തെ അരമണിക്കൂറിൽ ഈ ഫോള് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അതിന്റെ അർത്ഥം അതാണ്. അതായത് ഇൻ കേസ് ഈ പറഞ്ഞ പോലെ ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത്
ഈ ഒരു ലോയ്ക്ക് താഴെയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഈ ലോയ്ക്ക് താഴെയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ സപ്പോർട്ട് എടുത്ത് ബൗൺസ് ചെയ്ത് വീണ്ടും താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഇന്നത്തെ ഈ ഓപ്പണിങ് ഈ ലോയ്ക്ക് താഴെയാണോ നിങ്ങൾ വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ നിഫ്റ്റിയിലും ഇന്നത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന് താഴെയാണ്. അതായത് ഈ ഒരു എക്സാക്ട്ലി ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവലിന് താഴെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഇവിടുന്ന് താഴോട്ട് വീണ്ടും പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇൻ കേസ് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ഈ ഒരു ട്രെൻഡ് ലൈന് മുകളിലാണെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് ഇന്നിപ്പം ഈ ഒരു ലോവർ ഹൈ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് ആ ഒരു സ്ട്രക്ചറിന്റെ ബ്രേക്കിംഗ് നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഈ ഒരു ലെവലിന് മുകളിൽ, അതായത് എന്ന് മാർക്ക് ചെയ്യാം, അതായത് 22,500 മുകളിൽ നിഫ്റ്റിക്ക് ഇന്നിപ്പം ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഒരു ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ലോവർ ഹൈ പാറ്റേണിന്റെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് അങ്ങനെ സംഭവിച്ചെങ്കിൽ തന്നെയും നിഫ്റ്റിക്ക് ഈ ഒരു 22,600 എന്ന് പറഞ്ഞ ലെവല് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കോൾ ഓപ്ഷൻ സൈഡിലോട്ട് പ്ലാൻ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നമുക്കൊരു കോൾ സൈഡിലോട്ട് നമുക്ക് എൻട്രിക്ക് ഒരു സ്കോപ്പ് ഇന്നത്തെ ദിവസം കിട്ടണമെങ്കിൽ നിഫ്റ്റി ഈ ഒരു അപ്പർ ട്രെൻഡ് ലൈന് മുകളിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഈ ഒരു ലെവൽ, അതായത് ഈ ഒരു ലെവലിന്റെ മുകളിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കണം. 22,500 എന്ന് പറഞ്ഞ ലെവലിന് മുകളിൽ ഓപ്പൺ ചെയ്യുകയും ഒരു മണിക്കൂറെങ്കിലും ഈ ലെവലിന് മുകളിൽ സപ്പോർട്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക്, അതായത് ഒരു കോൾ സൈഡിലോട്ട് എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഓപ്പണിംഗ് സിനാറിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഈ 22,550 മുകളിലായിട്ട് ഓപ്പൺ ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും ഈ ലെവലിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് കോൾ സൈഡിലോട്ട് ഒരു എൻട്രിക്ക് നമുക്ക് സ്കോപ്പ് ഉള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ലെവലായിരിക്കും നിങ്ങളുടെ ടാർഗറ്റ്. ഇനി ഇൻ കേസ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഡേയുടെ ക്ലോസും, അതായത് ഇന്നലത്തെ ക്ലോസ് ഇരിക്കുന്ന ആ ലെവലിനും ഈ ഒരു സിവിയർ ഫോൾ നടന്ന ഈ ഒരു ലെവലിനും ഇടയ്ക്കാണ്, അതായത് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ വീണ്ടും ഇവിടെ താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പിന്നെ ആദ്യത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അപ്പം ഈ ലെവലും ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു സിവിയർ ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ നിഫ്റ്റിയിൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ലെവലിനും ഇടയ്ക്കാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇച്ചിരി കെയർഫുൾ ആയിരിക്കണം. അതായത് ഇവിടെ ട്രാപ്പിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് ഈ ലെവലിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് മുകളിലോട്ടും പോകാം, അല്ലെങ്കിൽ ഇവിടെ താഴോട്ടും ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ലെവലിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമുക്ക് നല്ല ട്രേഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ളത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ലെവലിന് മുകളിൽ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഈ ലെവലിന് താഴെ ഓപ്പൺ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു മൊമെന്റം കിട്ടുന്ന ഒരു ട്രേഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ച് ട്രേഡ് ചെയ്യുക. താങ്ക് യു.